കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് നിങ്ങൾ കിഫ്ബി എന്നുള്ള വാക്ക് ഒരുപാട് കേൾക്കുന്നുണ്ടാവില്ലേ? എന്താണ് കിഫ്ബി എന്നുള്ളത് ഞാൻ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം എന്റെ ലിമിറ്റഡ് നോളജ് വെച്ചിട്ട്. 99 നമുക്കൊരു ആക്ട് വരുന്നത്, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആക്ട്. ആ ആക്ടിന്റെ അടിയിലുള്ള ഒരു ബോഡിയാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്ന് പറയുന്നത്. അതാണ് കിഫ്ബി. ഈ കിഫ്ബി എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ ബാക്കി എല്ലാ സ്റ്റേറ്റ്സ് എടുത്ത് നോക്കിയാൽ നമ്മൾ കേരളം നമ്മുടെ ഒരു ഹ്യൂമൻ വെൽഫെയർ നമ്മൾ വളരെ മുന്നോട്ടാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഓൾ ത്രൂ ഔട്ട് ദ ഹിസ്റ്ററി നമ്മൾ മേജർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടായി നമ്മൾ പബ്ലിക് എഡ്യൂക്കേഷൻ, പബ്ലിക് ഹെൽത്ത് അല്ലെങ്കിൽ വെൽഫെയർ സ്കീംസ്, ആ ഇൻവെസ്റ്റ്മെന്റ്സ് മേജർ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഫണ്ട് നമുക്ക് കുറവായിരുന്നു. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2016 ഈ ആക്ടിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ അമെന്റ്മെന്റ്സ് വരുത്തിയിട്ട് നമ്മൾ കിഫ്ബിയെ വളരെ ഒരു സ്ട്രോങ് യൂണിറ്റ് ആക്കി മാറ്റുന്നത്. എന്താണ് കിഫ്ബിന്റെ ഒരു വർക്കിംഗ്? കിഫ്ബിന്റെ വർക്കിംഗ് വളരെ രസമുള്ള സംഭവമാണ്. അവർ മാർക്കറ്റിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യും. അവർ ബോൺസ് ഇഷ്യൂ ചെയ്തും ഇൻവെസ്റ്റ്മെന്റ്സ് എടുത്തും അവർ ഫണ്ട് റേസ് ചെയ്യും. ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മുടെ നാട്ടിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യും, നമ്മളത് ബിൽഡ് ചെയ്യും. ഓവർ ദ പീരിയഡ് നമ്മൾ ഇത് തിരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫണ്ട് എന്ന് പറയുന്നത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ടാക്സും നമ്മുടെ ഫ്യൂവൽ സെസ്സുമാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവരൊരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഇൻകം എത്രയാണെന്ന് പ്രൊജക്ട് ചെയ്തിട്ട് ആ ഇൻകമിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊജക്ട്സ് മാത്രമേ നമ്മൾ കിഫ്ബി ത്രൂ കമ്മിറ്റും ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ എഫിഷ്യന്റ് ആണ്. അങ്ങനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയതോടെ നമുക്ക് എന്ത് പറ്റി? നമുക്ക് ഈ കഴിഞ്ഞ 10 വർഷത്തിൽ ഏതാണ്ട് 1 lakh crores പ്രൊജക്ട് നമ്മൾ കിഫ്ബി ത്രൂ ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറെ പ്രൊജക്ട്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് NH ഏതാണ്ട് 6000 കോടിയും, റോഡ്സ് ബ്രിഡ്ജസ് ROBs കൊണ്ട് ഏതാണ്ട് 25,000 കോടിയും, ഹെൽത്തിലും എഡ്യൂക്കേഷനിലടക്കം മോർ ദാൻ 10,000 crores ഒക്കെ നമുക്ക് ഓൾറെഡി സ്പെൻഡ് ചെയ്യാൻ പറ്റിയത്. കേരളത്തിന്റെ മേജർ ആയിട്ടുള്ള മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡും എഡ്യൂക്കേഷൻ ആക്ടും ഡീസെൻട്രലൈസേഷനും ആണെങ്കിൽ അതിന്റെ ഒരു നെക്സ്റ്റ് മേജർ സ്റ്റെപ്പാണ് കിഫ്ബിന്റെ സ്ട്രെങ്തനിങ് എന്ന് പറയുന്നത്. ബിയോണ്ട് ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ്സ് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന 2 പ്രൊജക്ട്സ് ആണ് കിഫ്ബി സാങ്ഷൻ ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് തിരുവനന്തപുരത്തെ ലൈഫ് സയൻസ് പാർക്ക്. അതിന്റെ അകത്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി, മെഡിക്കൽ ഡിവൈസസ് പാർക്ക്, സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽസ്, പിന്നെ കേരള ജീനോം ഡേറ്റാ സെന്ററും. ഇത് നമ്മുടെ നോളജ് എക്കണോമി എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു വിഷനെ ഏറ്റവും കൂടുതൽ എയ്ഡ് ചെയ്യാൻ പോകുന്ന ഒരു പ്രൊജക്ട് ആണ്. മറ്റൊരു പ്രൊജക്ട് എന്ന് പറയുന്നത് 2050 കൂടി കൊച്ചി അണ്ടർ വാട്ടർ ആകുന്നതാണ് പറയുന്നത്, ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് വാട്ടർ ലെവൽ റൈസ്. അപ്പോൾ ഇതൊക്കെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊജക്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇന്റഗ്രേറ്റഡ് അർബൻ റീജനറേഷൻ ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് കൊച്ചിയിലുള്ള ഏതാണ്ട് 6ഓളം കനാലുകൾ നമ്മൾ റിജുവനേറ്റ് ചെയ്ത് അതിലൊരു വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം കൊണ്ടുവന്ന് അതിന്റെ ഫ്ലഡ് മിറ്റിഗേഷൻ പോസിബിലിറ്റീസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കിഫ്ബി ത്രൂ ആണ് ഏതാണ്ട് 3,700 crores നമ്മൾ ഫണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതുപോലെ മൾട്ടിപ്പിൾ ലെവലിൽ നമ്മുടെ ലൈഫിനെയും മൊത്തത്തിലുള്ള സ്റ്റേറ്റിന്റെ ഡെവലപ്മെന്റിനെയും ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ബോഡിയാണ് കിഫ്ബി. ഈ കിഫ്ബിക്കെതിരെയാണ് പലരും പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. ഈ കിഫ്ബി നമ്മൾ നിൽക്കണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു അവസരം നമുക്ക് മുന്നോട്ട് വരുന്നത്. ആ സമയത്ത് വളരെ വൈസ് ആയിട്ടുള്ള ഡിസിഷൻസ് നമ്മൾ എടുക്കുക. അത്രേ ഉള്ളൂ. താങ്ക് യു.